ആബപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം ഡിവോഷണൽ സോങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു ശബ്ദം എന്ന് പറയുന്നത് KG മാർക്കോസ് സാറിന്റെയാണ്. ഈ യാത്രയിൽ വഴി കാട്ടുവാൻ തെളിയൂ. സംഗീതം അത്യാവശ്യം പഠിക്കണം, ഈ രംഗത്ത് നിൽക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ സംഗീതത്തിലോട്ട് ഫുള്ളായിട്ട് ഇറങ്ങുന്നത്. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. പൂമാനമേ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. പൂമാനമേ ഒരു രാഗമേഘം. അത് മറ്റേ ആളൊരു ആയുധമാക്കി. എൻ്റെ പാട്ട് ഒരാൾ തട്ടിയെടുത്തു, മാർക്കോസ് തട്ടിയെടുത്തു എന്നും പറഞ്ഞിട്ട് പുള്ളി കുറേ നാൾ അത് ആഘോഷിച്ചാണ്. ചായ പാനി തപ്പില്ല റൊഡരിക തുടി പഞ്ചാരി കൊട്ടില്ല കാതരിക പ്രേമിക്കുടു നീ സുമ്മവാരിക. ഇസ്രായേലിൻ നാഥനെ ഓർക്കാൻ ഒരു ക്രിസ്മസ് കാലം തന്നെ വേണമെന്നില്ല. ഇസ്രായേലിൻ നാഥന് പിന്നിലുള്ള ശബ്ദം KG മാർക്കോസ് സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സർ നമസ്കാരം. നമസ്കാരം. ഡിവോഷണൽ സോങ്സ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മലയാളിയുടെ അല്ലെങ്കിൽ ഒരുവിധം എല്ലാവരുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു ശബ്ദം എന്ന് പറയുന്നത് KG മാർക്കോസ് സാറിൻ്റെയാണ്. അപ്പം അത്രമാത്രം പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പം സാറിന് അതിനോടൊരു പ്രത്യേക താല്പര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? താല്പര്യം, ഒരു സംഗീതകാരൻ എന്ന നിലയിൽ എല്ലാ പാട്ടിനോടും ഒരേപോലെയാണ് താല്പര്യം. പക്ഷെ ഇതിനകത്തുള്ള എന്തെന്ന് വെച്ചാൽ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ വലുതായിട്ട് വരാത്ത ഒരു ഫീൽഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്രിസ്ത്യൻ ഡിവോഷണൽ എന്ന് പറയുമ്പം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ ഞാൻ ഈ രംഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ഇത്ര മാറ്റങ്ങളില്ല. അതായത് പഴയ പാട്ടുകളുടെ ഒരു ട്രഡീഷണൽ ഒരു രീതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് ഒരു 2000, 2010, 2015 വരെയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഈ ക്രിസ്ത്യൻ ഡിവോഷനിലാണെങ്കിലും മുമ്പോട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടിപൊളിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അതെ, അത് പറഞ്ഞതുകൊണ്ട് ഓർത്ത് ചോദിക്കുകയാണ്, സാർ റാപ്പ് സോങ്സ് കേൾക്കാറുണ്ടോ? റാപ്പ് അങ്ങനെ ഇരുന്ന് കേൾക്കാറൊന്നുമില്ല. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ വരുന്ന പാട്ടുകൾ ചിലപ്പോൾ ശ്രദ്ധിക്കും. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ സ്പീഡ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ അകത്ത് ആ ഭക്തി ഇല്ലാതെ വരുന്നതുകൊണ്ടായിരിക്കാം. അത് ഡിവോഷണലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ റാപ്പ് മ്യൂസിക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയില്ല, ഒന്ന്. രണ്ട്, അത് നമ്മുടെ കൾച്ചറുമായിട്ട് ചേർത്ത് വെക്കുമ്പം എന്താ പറയുക, അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആ ബീറ്റിൻ്റെയൊക്കെ ഒരു താളവും മനസ്സിലാകാതെയാണ് നമ്മളിവിടെ അത് ആസ്വദിക്കുന്നത്. നമ്മുടെ ഇതൊന്ന് എനർജി ഒന്ന് ഇതാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂത്ത് കിടന്ന് ചാടുന്നു, ഓടുന്നു, മറിയുന്നു. അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ്, വിദേശങ്ങളിൽ നിന്നുള്ള വീഡിയോസ് കണ്ടിട്ട് അതുപോലെ ഇപ്പോൾ മൈക്കിൾ ജാക്സനൊക്കെ കാണിക്കുന്ന പോലെ സ്റ്റേജിൽ കാണിക്കുന്നു. അത് എനിക്ക് തോന്നുന്ന ഒരു എക്സ്പ്രഷനാണ്, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം പണ്ടത്തെ നമ്മുടെ രീതികളനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എക്സ്പ്രഷൻ കൊടുക്കാറില്ലായിരുന്നു. ശബ്ദത്തിലല്ല ഞാൻ പറയുന്നത്, നമ്മുടെ നമ്മൾ ഒരുപാട് എക്സ്പ്രഷൻ. അതെ, ഇപ്പം തന്നെ ഒരു കീബോർഡ് വായിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കുന്ന ഒരാൾ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ നാട്ടിനെ, നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, പഴയ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ, ഇപ്പം ചുമ്മാ ഒരു കീബോർഡ് വായിച്ചാൽ അതിനകത്തെ നോട്ട്സ് നമ്മൾ വായിക്കുന്ന പോലെ തന്നെ വരും. പിന്നെ ഇപ്പോൾ പിയാനോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിയാനോയിൽ ചില എക്സ്പ്രഷൻസ് നമ്മുടെ ആ ഫിംഗറിങ്ങിലാണ് കുറച്ച് വരുന്നത്. അപ്പോഴും നമ്മൾ ബോഡിയൊന്നും അങ്ങനെ അനക്കാറില്ല. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഓരോരുത്തരും ഇങ്ങനെ മുടിയൊക്കെ ഇട്ട് കുലുക്കി അങ്ങനെ ചെയ്യണമെന്ന് നിയമമൊന്നുമില്ല. പക്ഷെ അത് എക്സ്പ്രഷൻ കാണിക്കുകയാണ്. കാരണം അത് വിദേശങ്ങളിലെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബോണിയും അബ്ബായൊക്കെ കാണുമ്പോൾ അവരുടെ ഗിറ്റാറിസ്റ്റൊക്കെ കിടന്ന് ചാടി മൈക്കെടുത്ത് തോളെ വെച്ച് അങ്ങനെയൊക്കെ പാടുന്നതൊക്കെ. അങ്ങനെയൊന്നും പാടിയില്ലെങ്കിലും പാട്ട് വരത്തില്ലേ?
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് എന്തോ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനൊരു ഒരു ഇമോഷണൽ കണക്ട് ഇല്ലാതെ ഇല്ലാതെ പോകുന്നു. പോകുന്നു. ശരിയാണ്. പണ്ട് കാലങ്ങളിൽ ഇപ്പം ഈ പ്രത്യേകിച്ച് ഭക്തിഗാനങ്ങളുടെ കാര്യം പറയുന്നത് ശരിയാണ്. അന്നത്തെ ഈ ഇപ്പം സാറിന്റെ ഇസ്രായേലിൽ നിന്ന് അത് കേൾക്കുമ്പോൾ നമുക്കൊരു കാമായിട്ടുള്ള ഒരു ഫീലാണ് ഉള്ളത്. ഇപ്പൊ ഇപ്പോഴത്തേക്ക് ഈ ഒരു മോഡേൺ ആയിട്ടുള്ള എന്താണ് പുറകിൽ ഭയങ്കര ബീറ്റും ബഹളവും അങ്ങനെയുള്ള ഒരു ഡിവോഷണൽ സോങ്സിന് പോലും അങ്ങനെ ഒരു ഇതുണ്ട്. അതാണ്. അപ്പൊ സാർ നമുക്ക് ഇസ്രായേലിൽ നിന്ന് ഒരു 2 വരി കേൾക്കാം. തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാൻ പാടിയിട്ട് 25 വർഷം ആയി. 2000-ലാണ് ആ പാട്ട് പാടുന്നത്. ഇപ്പോൾ 25 വർഷമാണ്. ഇപ്പോൾ കാൽ നൂറ്റാണ്ട് എന്ന് പറയാം. ഇതിൻ്റെ രചന ബേബി ജോൺ കലേന്താനി എന്ന് പറയുന്ന തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതേപോലെ എൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് പീറ്റർ ചേരാനെല്ലൂരാണ്. ആദ്യത്തെ പീറ്ററിൻ്റെ പാട്ടെന്ന് പറയുന്നത് 92-ലാണ്. അത് ജീവിതത്തോണി തുഴഞ്ഞെന്നുള്ള ഒരു പാട്ടായിരുന്നു. അത് അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പോഴും മിക്കവാറുമൊക്കെ എല്ലാവരും പാടുന്ന പാട്ട് തന്നെ. പിന്നെ ഇമ്മാനുവേൽ, പിന്നെ ഭയമേതുമില്ല എൻ്റെ ദൈവം, ആകാശം മാറും, അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചേഞ്ചായിരുന്നു ഈ പാട്ട്. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം, ആബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ, ആബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ, ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. സാറിന് ആദ്യമായിട്ട് ഈ പാട്ട് പാടിയപ്പോൾ തോന്നിയ ഫീൽ എന്താണ്? അന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഡിവോഷണൽ രംഗത്ത് വളരെയധികം പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയം. അതായത് 82 മുതലാണ് ഈ കാസറ്റ് കമ്പനികൾ ആദ്യമായിട്ട് രംഗത്തേക്ക് വരുന്നത്. 82-ലാണ്. അപ്പോൾ അതിന് മുന്നേ വരെ ഈ റെക്കോർഡ്സ് ആയിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ എൻ്റെ ആദ്യത്തെ സിനിമാ പാട്ടൊക്കെ റെക്കോർഡായിരുന്നു. അപ്പോൾ അന്ന് ആദ്യകാലങ്ങളിൽ അരക്കിൻ്റെ റെക്കോർഡായിരുന്നു. അതിന് കുറച്ച് കട്ടിയുണ്ട്, അതിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പ്ലാസ്റ്റിക് റെക്കോർഡ്സായി. അത് കഴിഞ്ഞ് കാസറ്റ് എന്നുള്ള ഒരു സാധനം വരുന്നത് ഒരു 70-കളുടെയൊക്കെ ഒരു തുടക്കത്തിലാണ്. അപ്പോൾ ഈ അന്നൊക്കെ അറിയാം, നമ്മുടെയൊക്കെ പിന്നെ ആൾക്കാർ വിദേശങ്ങളിൽ ഉള്ളവർ വരുമ്പം അവരുടെ കയ്യിലൊരു കാസറ്റ് പ്ലെയർ ഉണ്ടാവും. പണ്ടൊക്കെ വരുന്ന വിദേശികൾ പലരും പറഞ്ഞൊരു കാസറ്റ് പ്ലെയറും കൊണ്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഈ കാസറ്റ് വളരെ കോമൺ ആവുന്നത്. അപ്പോൾ 78-ൽ ദാസേട്ടനിവിടെ തരങ്കിണി ആരംഭിക്കുന്നു. അങ്ങനെ കാസറ്റ് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഈ സിനിമയിൽ അറിയപ്പെടുന്ന പാട്ടുകാരുടെ പാട്ടുകളും മറ്റു ഉപകരണക്കാരുടെ പാട്ടുകളുമൊക്കെ ഈ റെക്കോർഡിൽ ഉണ്ടായിരുന്ന കാലത്തെ റെക്കോർഡ് ഉണ്ടായിരുന്ന ആ കാലത്തെ പോലെ തന്നെ റോയൽറ്റി ബേസ്ഡ് ആയിരുന്നു. ഈ കമ്പനികളിൽ കൂടി മാത്രമേ ഈ കാസറ്റ് ആണെങ്കിലും അങ്ങനെ വലിയ കാസറ്റ് കമ്പനികളായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ റോയൽറ്റി ആണ് ഒന്ന്. നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് റോയൽറ്റി ബേസിസിലാണ്, വിൽപ്പന അനുസരിച്ചിട്ട്. പക്ഷേ കാസറ്റ് വന്നതോടുകൂടി നമുക്ക് ആ റോയൽറ്റിയിൽ നിൽക്കാത്ത ഒരു സ്ഥിതി വന്നു. കാരണം ഇതിൻ്റെ പുറത്ത് വീണ്ടും ഇറൈസ് ചെയ്ത് പിടിക്കാം. അപ്പം നമ്മളൊരു 500 കാസറ്റ് അല്ലെങ്കിൽ പിന്നെ റെക്കോർഡ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ 500 നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ വിൽപ്പന അനുസരിച്ച് 500 എണ്ണം പോയി, അല്ലെങ്കിൽ 490 എണ്ണം പോയി എന്ന് നമുക്കറിയാം. ഈ കാസറ്റ് വന്നപ്പോൾ അങ്ങനെയല്ല. കാരണം അതിൻ്റെ പുറത്ത് ഇപ്പം നമ്മളൊരു 3000 കാസറ്റ് ആദ്യം ഇറക്കി എന്ന് വെച്ചോളൂ. ആ 3000 കാസറ്റ് പോയി കഴിഞ്ഞാലും നമുക്ക്
ഈ ആദ്യത്തെ കാസറ്റിൻ്റെ പുറത്ത് രണ്ടാമത് റെക്കോർഡ് ചെയ്ത് പാട്ടുകൾ പിടിക്കാം. അതാണ് ഈ കാസറ്റിൻ്റെ ഒരു ഗുണം അന്ന് ഉണ്ടായിരുന്നത്. അപ്പോഴും ആ പാട്ടുകൾ പാടണമെങ്കിൽ, അല്ലെങ്കിൽ ആ കാസറ്റ് കമ്പനികളില്ല, പക്ഷേ തരംഗിണിയായിരുന്നു അന്ന് അതിൻ്റെ കുത്തക. അപ്പോൾ തരംഗിണിക്ക് വേണ്ടി പാടണമെങ്കിൽ അത് യേശുദാസ് തന്നെ ആയിരിക്കും പാടുന്നത്, അവിടെ തന്നെ ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്, അവർ തന്നെ ആയിരിക്കും വിതരണം. അപ്പോൾ അങ്ങനെ വന്നപ്പം ചിലർക്കൊരു ചിന്ത വന്നു, എന്തുകൊണ്ട് നമുക്ക് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിക്കൂടാ. അങ്ങനെയാണ് ഈ പ്രൈവറ്റ് കാസറ്റ് കമ്പനികൾ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അങ്ങനെ 82-ലാണ് രഞ്ജിനി എന്ന് പറയുന്ന ഒരു കാസറ്റ് കമ്പനി എന്നെ സമീപിക്കുകയും, അപ്പോൾ ഞാനന്ന് 78 മുതൽ സംഗീതരംഗത്ത് ഗാനമേളകളും ഒക്കെ ആയിട്ട് സജീവമാണ്. അപ്പോൾ 82 ആയപ്പോഴത്തേക്കും ഒരു 5-6 സിനിമകളിലൊക്കെ ഞാൻ പാടി പിന്നണി ഗായകൻ എന്ന നിലയിൽ ഇങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇവർ എന്നെ സമീപിക്കുന്നു. അങ്ങനെ രഞ്ജിനിക്ക് വേണ്ടിയിട്ട് പാടാനാണ് ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് വരുന്നത്. രഞ്ജിനി എന്ന് പറയുന്നത് അവർക്ക് ഒരു കാസറ്റ് കമ്പനി എന്നുള്ള രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ, അവർക്ക് സ്റ്റുഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് അവർ വിതരണം ചെയ്യുന്നൊരു, അങ്ങനെ അതേ തുടർന്ന് പിന്നെ കുറച്ച് കമ്പനികൾ വന്നു. നിസരി, പിന്നെ സരിഗ, സെഞ്ച്വറി, ഇങ്ങനെ കുറച്ച് കമ്പനികൾ വന്നു. അപ്പം കാസറ്റ് കുറച്ചും കൂടെ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ അറിയപ്പെട്ടു തുടങ്ങി. അപ്പോൾ പാട്ടുകൾ നമുക്ക് പുതിയ ഗായകർക്ക് അവസരങ്ങളായി. അപ്പോൾ അന്ന് ഈ പറഞ്ഞാൽ പ്രതിഭ കാണിക്കുന്നവർക്ക് മാത്രമേ അവസരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ, ഉണ്ണിമേനൻ, കൃഷ്ണചന്ദ്രൻ, അങ്ങനെയുള്ളവർ മാത്രമേ അന്ന് ആ സമയത്ത് ഈ ഫീൽഡിലുള്ളൂ. അപ്പോൾ അതിലേറ്റവും കൂടുതൽ പാടിയിരുന്നത് ഞാൻ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഓണം, അയ്യപ്പൻ, മാപ്പിളപ്പാട്ടുകൾ, ക്രിസ്ത്യൻ ഡിവോഷണൽ എല്ലാം ഞാൻ 82 മുതൽ തന്നെ പാടി തുടങ്ങിയിരുന്നു. അങ്ങനെ കുറേ കാസറ്റുകൾക്ക് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം നല്ല കുറേ പാട്ടുകൾ പാടി, അറിയപ്പെടുന്ന കുറേ പാട്ടുകൾ ഉണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ. 84-85 കാലഘട്ടത്തിൽ തന്നെ ഞാൻ പാടിയ ഈ യാത്രയിൽ വഴികാട്ടുവാൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് കത്തോലിക്ക സഭയുടെ വലിയൊരു പിതാവ് എഴുതിയതാണ്, കൊർണേലിയോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. ബേണി ഇഗ്നേഷ്യസ്, അന്ന് ബേണി മാത്രമേ ഉള്ളൂ, ഇഗ്നേഷ്യസ് ഇല്ല. അപ്പോൾ ബേണി ആയിരുന്നു എൻ്റെ സംഗീതം. ആ പാട്ട് ഈ യാത്രയിൽ വഴി കാട്ടുവാൻ തെളിയൂ പൊൻദീപമേ, ഈ ജീവിതം ശുഭമാക്കുവാൻ കനിയൂ വരദായക, നീയൻ അഭയം മഹിയിൽ എൻ നായക, ഈ യാത്രയിൽ വഴി കാട്ടുവാൻ തെളിയൂ പൊൻദീപമേ. ഇങ്ങനെ പോകുന്നൊരു പാട്ട്, നല്ല ഒരു എന്താ പറയുക, ഇപ്പം ഞാൻ ഈ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുമ്പോൾ സാധാരണ പാടുന്നൊരു പാട്ടാണത്. കാരണം ഒരു ആഹ്വാനവും ഒരു ആശംസയും എല്ലാം വരുന്നൊരു പാട്ടാണ്. പള്ളികളിൽ ഇപ്പോഴും പാടുന്നുണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല പാട്ടുകൾ ആ കാലഘട്ടങ്ങളിൽ പാടി ഇങ്ങനെ ക്രിസ്ത്യൻ ഡിവോഷനിൽ മാപ്പിളപ്പാട്ട്, ഓണപ്പാട്ടുകൾ ഒക്കെ പാടി ഇങ്ങനെ അത്യാവശ്യം നല്ല ബിസിയായിട്ട് വരികയാണ്. അപ്പോൾ അന്നും ആദ്യകാലങ്ങളിലൊക്കെ കാസറ്റ് 2-3 പ്രോജക്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഓണം, ഒരു അയ്യപ്പൻ, 1-2 ക്രിസ്ത്യൻ ഡിവോഷനിൽ, അതേപോലെ ഈ മുസ്ലിങ്ങളുടെ പെരുന്നാൾ വരുമ്പോൾ ഉള്ള മാപ്പിളപ്പാട്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് ആഴ്ചയിൽ തന്നെ 8-9 വർക്ക് ആയ ഒരു സമയമുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു 90-ൻ്റെയൊക്കെ തുടക്കത്തിൽ. ഒരാഴ്ചയിൽ 9 വർക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കാസറ്റിൽ തന്നെ ചിലപ്പോൾ 5-6 പാട്ട് ഞാൻ തന്നെ ആയിരിക്കും പാടുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കുണ്ടായിരുന്നൊരു സമയമുണ്ട്. അങ്ങനെയാണ് ഈ 2000-ൽ ഈ ക്രിസ്മസിന് വേണ്ടിയിട്ട് 99 കാലഘട്ടത്തിൽ 2000-ൻ്റെ തുടക്കത്തിന് വേണ്ടി പാടിയ പാട്ടാണിത്, ഈ ഇസ്രായേലിൻ നാഥൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതിനു മുമ്പ് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, ആളുകൾക്ക് അറിയുന്ന പാട്ടുകളുണ്ട്. പക്ഷേ ഈ 2000-ലെ പാട്ട് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇത് മലയാളി ഉള്ളിടത്തെല്ലാം ഈ പാട്ട് അറിയപ്പെടുന്നത്. അതെ അതെ, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഫീല് ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് അന്ന് പാടിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മുൻ വർഷങ്ങളിൽ പാടിയിരിക്കുന്ന പാട്ടുകളും സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല പാട്ടുകൾ അന്നത്തെ ആ ഒരു ട്രഡീഷൻ പിന്തുടർന്ന് പാടിയിട്ടുള്ള പാട്ടുകളാണ്. പക്ഷേ ഇതിനകത്ത് വന്നപ്പം ഏതാണ്ട് 90-ന് ശേഷമാണ് നമ്മുടെ ഈ സംഗീത രംഗത്ത് ഈ ഇലക്ട്രോണിക് യുഗം കുറച്ചും കൂടെ സജീവമായി വന്നത്. അതായത് അതിനു മുമ്പുണ്ടായിരുന്ന കീബോർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കീബോർഡാണ്.
പക്ഷെ പിന്നീട് വന്നപ്പോൾ അത് 5 ഒക്ടേവ്സിൻ്റെ കീബോർഡായി, പോളിഫോണിക്കായി, അതിനകത്ത് തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, റിതം, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നു. അങ്ങനെയുള്ള കുറേ പിന്നെ എന്താ പറയുക, ഈ ഇന്നോവേഷൻസ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അത് വെച്ച് പരീക്ഷിച്ചാൽ എന്താണെന്നുള്ളൊരു, കാരണം കീബോർഡിനകത്തുള്ള കുറേ ടോൺസ് ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി ഫോളോ ചെയ്തു. അതേപോലെ പണ്ട് നമ്മൾ ഡ്രംസ് എന്ന് പറയുന്ന ഒരു 15 ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ വായിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് ആദ്യം ഒരു നോട്ട് ബുക്കിൻ്റെ വലിപ്പത്തിൽ ആയിരുന്നു ആദ്യം, അത് ഇങ്ങനെ വിരൽ കൊണ്ട് കുത്തി വായിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ 90-ൻ്റെയൊക്കെ തുടക്കത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ അത് കുറച്ചും കൂടെ വലുതായി, 6/8 എന്നൊക്കെ പറഞ്ഞായി. പിന്നെ ഇപ്പോൾ ഏറ്റവും മോസ്റ്റ് മോഡേൺ രീതിയിലായി, പഴയ പോലെ വടി കൊണ്ട് തന്നെ വായിക്കുന്ന. അപ്പോൾ അതൊക്കെയായിരുന്നു ഇതിനകത്ത് ഉപയോഗിച്ച ആ ഒരു പുതിയ രീതി. അപ്പോൾ അതിൻ്റേതായ കുറേ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഈ പീറ്റർ ചേരാനെല്ലൂരിൻ്റെ പാട്ടുകൾക്കുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ തന്നെ പണ്ട് പിന്നെ ദാസേട്ടൻ പാടിയിട്ടുള്ള ഒത്തിരി നല്ല പാട്ടുകളുണ്ടല്ലോ, അതിനകത്തൊക്കെ ആ പാട്ടിൻ്റെ ഇമ്പോർട്ടൻസും പാട്ടിൻ്റെ ആ വികാരം അതിനും, അതേപോലെ ചർച്ച് ഓർഗൻ്റെ ശബ്ദം മാത്രമേ നമ്മളങ്ങനെ കേൾക്കാറുള്ളൂ. ചർച്ചിൽ വായിക്കുന്ന ഒരു ടോണുണ്ട്, അതേപോലെ വയലിൻ ആയിരിക്കും, അല്ല ഗിറ്റാർ, ഇത്ര ഉപകരണങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ സാധാരണ. പക്ഷെ പാട്ട് വരുമ്പം അതിനകത്ത് പാട്ടുകാരൻ്റെയോ അല്ല പാട്ടുകാരിയുടെയോ ശബ്ദം മാത്രമേ ഉള്ളൂ. ഇപ്പം മറ്റേ രാജാക്കന്മാരുടെ രാജാവേ നിൻ്റെ രാജ്യം വരേണമേ, നേതാക്കന്മാരുടെ നേതാവേ നിൻ്റെ നന്മ നിറയണമേ. അപ്പോൾ ആ പാട്ടിലുള്ള വികാരം ആണ് കൂടുതൽ പ്രതിഫലിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വന്നപ്പം അതിനകത്തൊരു കോറൽ എഫക്റ്റ് കൂടുതലായിട്ട് കാണാം. പീറ്ററിൻ്റെ ഏത് പാട്ടെടുത്ത് നോക്കിയാലും കോറസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. മെയിൻ സിംഗറിൻ്റെ ശബ്ദത്തിനോടൊപ്പം കോറസിന് ഒന്നിൽ പിന്നെ അത് ബീജിയിലായിരിക്കാം, അല്ലെങ്കിൽ അനുപല്ലവിയിലോ പല്ലവിയിലോ ആയിരിക്കാം, മെയിൻ വോയിസിൻ്റെ കൂടെ കോറസും കൂടെ സപ്പോർട്ട് ചെയ്യുന്നൊരു, അതൊരു പ്രത്യേക ഇമ്പമാണ്. ഇപ്പോൾ ഈ ആ ബിതാവേദേ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കോറസും കൂടെ ഉണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ടാണ് പാട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഒരു അശരീരി എപ്പോഴും ഈ ക്രിസ്തീയ പാട്ടുകൾക്കൊരു ദൈവികത തോന്നുന്ന രീതിയിലുള്ളൊരു അശരീരി എപ്പോഴും പുള്ളി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. അതൊക്കെയാണ് ഞാൻ ആ പാട്ടിനകത്ത് അന്നേരം ശ്രദ്ധിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, വർഷങ്ങളായിട്ട് ഞാൻ ഏകദേശം ഒരു 10 വർഷത്തിലേറെയായിട്ട് ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടുന്ന ആളെന്നുള്ള രീതിയിൽ ഒരു സാധാരണ ക്രിസ്ത്യൻ പാട്ട് പോലെ തോന്നിയുള്ളൂ. പിന്നെ ഈ പറഞ്ഞില്ല, ബേബി ജോണിൻ്റെ വരികളിൽ വന്ന ഒരു ഗുണം, അല്ലെങ്കിൽ അന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം, യേശുവിൻ്റെ ജന്മം മുതൽ മരണം വരെയുള്ള കാലഘട്ടം 12 വരിയിൽ ആണ് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ വരികളിൽ തന്നെ മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, അപ്പം യേശുവിൻ്റെ ജനനമായി ക്രിസ്ത്യൻ. അപ്പോൾ ഇസ്രായേലിൻ നാഥൻ, അത് ബൈബിളാണ്. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, അത് ബൈബിളിൽ പറയുന്ന കാര്യമാണ്. ഇതിൻ്റെ ഏകനായ ദൈവമാണ്, ഒരു ദൈവമുള്ളൂ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അത് കഴിഞ്ഞ് മർത്യനായി ഭൂമിയിൽ, അപ്പം യേശുവിൻ്റെ ജനനമായി. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, അത് ബൈബിളിലെ കാര്യമാണ്. മരുവിൽ മക്കൾക്കായി മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇതെല്ലാം ബൈബിളിനെ ബേസ് ചെയ്തുള്ള വരികളാണ്. പിന്നെ ലാസ്റ്റ് ചരണം വരുമ്പം മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. അപ്പോൾ അത് ഈസ്റ്ററിൻ്റെ കാലഘട്ടമായി, മരണത്തിൻ്റെ. അപ്പോൾ അങ്ങനെ ആ ജീവിതം ഒരു 12 വരിയിലാണ് പുള്ളി അത് അവതരിപ്പിച്ചത്. അപ്പോൾ ആ ഒരു പ്രത്യേകതയൊക്കെയാണ് നമ്മൾ അതിനകത്ത് കണ്ടത്. അതുപോലെ സാറിൻ്റെ ഈ മാപ്പിളപ്പാട്ട്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതും ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായം മുതൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അതും ദാസേട്ടനാണ് ഒരു പരിധിവരെ എന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ളത്. കാരണം
ഞാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ 12 വയസ്സിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, 15 വയസ്സിൽ, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 72-ൽ. അപ്പോൾ അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഗാനമേളയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്ന സമയത്ത് അറബി അന്ന് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കേട്ടതാണ്. മറ്റേ ഔവാഫി ചാനത്ത് ഹയ്യർ ഔവാഫി ചാനത്ത് ഖബ്ബർ ഔവാഫി മുലഖ്ദ് വനസ്ആൻ ഇന്നുദ്ദമ്മാൻ അക്ബർ ഔവാഫി ചാനത്ത് ഹയ്യർ ഔവാഫി ചാനത്ത് ഖബ്ബർ. അപ്പോൾ ഈ പാട്ട് അന്ന് കേൾക്കുമ്പോൾ, ഗാനമേളയ്ക്ക് ഞാൻ സെനറ്റ് ഹാളിൽ വെച്ച് ഈ പാട്ട് കേൾക്കുമ്പം എനിക്കും ഒരു ചിന്ത, എന്തുകൊണ്ട് എനിക്കും പാടിക്കൂടാ ഇത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളന്ന് കൊല്ലത്ത് താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ദാസേട്ടൻ വരും. അപ്പോൾ സിനിമയിൽ വന്നിട്ട് 10 വർഷമായിട്ടുള്ളൂ. 61-ലാണ് അദ്ദേഹം സിനിമയിൽ പാടാൻ തുടങ്ങിയത്. ഇപ്പോൾ 71, 72 കാലഘട്ടത്തിൽ അവിടെ വരുമ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യം കാണുന്നത്. അതുവരെ പടങ്ങളൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഈ മാഗസീനിലൊക്കെ കാണുന്ന പടം. അപ്പോൾ അന്ന് ഇതുപോലെ താടിയൊന്നുമില്ല, മുടി മാത്രമേ ഉള്ളൂ, മീശയും താടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തെ കാണുന്നു, എന്നെ കൊണ്ട് ഇതുപോലെ ഇരുന്ന് ഞങ്ങൾ 2-3 പാട്ട് പാടി. അപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ ശബ്ദമൊക്കെ കൊള്ളാം, പക്ഷേ സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ അച്ഛൻ ഡോക്ടറായിരുന്നു, അച്ഛൻ്റെ അച്ഛനും ഡോക്ടറാണ്. അപ്പോൾ ആ ഒരു ട്രഡീഷനിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അത് കാരണം അപ്പം സംഗീതം അത്യാവശ്യം പഠിക്കണം, ഈ രംഗത്ത് നിൽക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ സംഗീതത്തിലോട്ട് ഫുള്ളായിട്ട് ഇറങ്ങുന്നത്. അപ്പം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ആവേശം പാട്ടിലേക്ക് വരണം എന്നുള്ള ഒരു ഇത് വന്നത്. അപ്പം ഞാൻ അവിടെ ഈ ടേപ്പ് റെക്കോർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹം വരുന്ന വീട്ടിൽ പുള്ളി പഴയ ഒരു വലിയ സംഗീത ആസ്വാദകനായിരുന്നു, സുധാകരൻ എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു കൊല്ലത്തെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ദാസേട്ടനും ഒരു പരിധിവരെ അത് ആണ് പുള്ളിക്ക് ഫാൻസി ആയിട്ടുള്ളത്. അപ്പോൾ അന്ന് ഈ റീൽ റെക്കോർഡറൊക്കെ പുള്ളിയുടെ വീട്ടിലാണ് ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത്, ഈ സുധാകരൻ ചേട്ടൻ്റെ വീട്ടിൽ. അപ്പം ഞാൻ അവിടെ പോയി ഈ പറഞ്ഞ പോലെ ഈ പാട്ട് കേൾക്കും. അതായത് ഒരുപാട് സ്റ്റുഡിയോ റെക്കോർഡിങ്സ് അന്ന് പുള്ളിക്ക് കിട്ടുമായിരുന്നു, ദാസേട്ടൻ കൊണ്ട് കൊടുക്കുന്ന. അപ്പോൾ ഈ ഔവാഫിയൊക്കെ ഞാൻ ആദ്യം കേൾക്കുന്ന പുള്ളിയുടെ വീട്ടിലാണ്. അപ്പം ഞാനിങ്ങനെ വീട്ടിലോട്ട് പോകുമ്പം ഇത് അവിടെ പ്ലേ ചെയ്യുന്ന കേൾക്കാം. അപ്പോൾ അവിടെ പോയി പുള്ളിയുടെ മകൻ എൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പോയിരുന്ന് ആ കെയർ ഓഫിന് അവിടെ പോയിരുന്ന് അതൊക്കെ കേൾക്കും കുറേ, അങ്ങനെ പഠിച്ചു. അപ്പോൾ ഞാനും ഇത് ആദ്യം പാടി ഗൾഫിൽ പോയ സമയത്ത്, അത് 85-ലാണ് ഞാൻ ആദ്യം ഗൾഫിൽ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഒരു വേദിയിൽ ഞാനിത് പാടി. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു തന്ന് പിന്നെ അത് കറക്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ അക്ഷരങ്ങൾ ഇതൊക്കെയാണ്. കാരണം ഞാൻ കേൾക്കുന്നത് ഔവാപ്പി എന്നാണ്, ഔവാപ്പി ചാനത്ത് ഹയ്യർ എന്ന കേൾക്കുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇത് പാടിയപ്പോൾ അവർ അറിവുള്ള ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, മാർക്കോസേ അത് ഔവാപ്പി അല്ല ഫീ ആണ്. അപ്പം അങ്ങനെ ഞാനത് മനസ്സിലാക്കി. അങ്ങനെ അറബി പാട്ടുകൾ ഞാൻ പഠിച്ച കാര്യം പറയുക. അതുപോലെ മുലാഖ് വനസ്വാന് അതിൻ്റെയൊക്കെ ആ ശൈലിയും ഉച്ചാരണവും ഒക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് പിന്നീട് അത് പിന്നെ കറക്റ്റ് ചെയ്ത് പാടാൻ പറ്റിയത്. പക്ഷെ അതിൻ്റെ പ്രചോദനം ഞാൻ പറഞ്ഞില്ലേ, ഇത് കേട്ടപ്പോഴാണ് അത് ഉണ്ടായത്. കാരണം വെറൈറ്റി പാടാൻ പറ്റും. നമ്മളിപ്പോൾ മലയാളം മാത്രമല്ല, ഹിന്ദിയും പാടാം, അല്ലെങ്കിൽ അറബി പാടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഷ പാടാം എന്നുള്ളൊരു ഉൾപ്രേരണ മനസ്സിലിങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട് പണ്ട്. അതേപോലെ തന്നെ സുശീലാമ്മ പാടിയൊരു പാട്ടുണ്ടായിരുന്നു, ഒന്നാം തുമ്പി നീയോടിവാ പൊന്നും തേനും നീ കൊണ്ടുവാ. ഈ പാട്ട് ഇതിൻ്റെ ഇത് ബംഗാളി വെർഷൻ പാടിയിരിക്കുന്നത് യേശുദാസ്. പക്ഷേ ബംഗാളിയാണോ കന്നഡയാണോ, അപ്പോൾ ഇതും അദ്ദേഹം ഗാനമേളയ്ക്ക് പാടിയിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ജോ ജോ ലാലി നാടുവേ ಚಿನ್ನ ನಿನ್ನ ಮುದ್ದಾಡುವೆ ಹೂವಂತೆ ಕನಸು ತಾಮೂಡಿ ಬರಲಿ ನಗುವ ಅಳುವ ಕಣ್ಣಲ್ಲಿ ಎಂದು ജോ ജോ ലാലി നാടുവേ. അപ്പം എന്തുകൊണ്ട് ഈ പറഞ്ഞല്ലോ, എനിക്കും തോന്നി ഇത് എൻ്റെ ഗാനങ്ങളിലൊക്കെ എനിക്കും പാടാമല്ലോ, ഇങ്ങനെ ഒരു പാട്ട് എനിക്കറിയാം എന്ന് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് പഠിക്കാൻ തുടങ്ങിയത്.
പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ പാടാൻ തുടങ്ങിയത്. പാടിക്കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് പിന്നെ ഇതിൻ്റെ ഉച്ചാരണവും അതേപോലെ അർത്ഥങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് വ്യത്യസ്തമാണ്, അല്ല പഠിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് പറയുന്നൊരു വാക്കാണ് മലയാളത്തിൽ എഴുതിയ ആയും ളായും, അവരുടെ ദൈവം. അത് നമ്മളങ്ങനെ പറയുക, ആയും ളായുമാണ് അല്ല. അല്ല എന്ന നമ്മൾ പിന്നെ അറബി ഇതിൽ പറയേണ്ടത് അല്ല. അപ്പം ആ കേൾക്കാം, പിന്നെ ഉള്ള എന്നുള്ളത് മേലെ, നാക്ക് മേലെ തട്ടിക്കണം. അള്ള എന്ന് പറഞ്ഞ തെറ്റ, അർത്ഥം മാറിപ്പോവും. ആയും ളായും എന്ന് എഴുതിയിട്ട് നമ്മൾ അള്ള എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി. അതേപോലെ എല്ലാവരും പാടും, മറ്റേ 1000 കാതം അകലെയാണെങ്കിലും എന്നുള്ള പാട്ടിലൊക്കെ പലരും പാടി കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞൊരു വാക്ക് ഒരു ഭാഷയിലും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. സംസം തെളിനീർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പിന്നെ അതായത് ആ കുളത്തിൽ നിന്ന് എടുക്കുന്ന വെള്ളം. സംസം അതെങ്ങനെ നമ്മൾ മലയാളത്തിൽ എഴുതും, സായും ഒരു പൂജ്യവും, സം എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്നുള്ള ശബ്ദമാണ് അതിൻ്റെ അകത്ത് വരേണ്ടത്. സംസം. അതേപോലെ സഫ മറുവ എന്നുള്ളൊരു മലയുണ്ട് സൗദിയിൽ. അത് ശരിക്കും പറഞ്ഞ് ഇവിടെ എല്ലാവരും സഭ മാറുവ എന്നൊക്കെയാണ് പാടുന്നത്. സഭ മാറുവ എന്നൊക്കെ പാടിക്കളയും. ശരിക്കും സഫ മറുവ മലയുടെ എന്നാ പാടേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ പഠിക്കാൻ പറ്റി ഈ മാപ്പിളപ്പാട്ട് പാടുമ്പോൾ തന്നെ. അതുപോലെ അവരുടെ അതിൻ്റെ ഉച്ചാരണങ്ങൾ ഒക്കെ അവർ പറഞ്ഞു തരും. ചേട്ടാ അത് നാക്ക് ഇങ്ങനെ വളച്ചാൽ മതി, അല്ല മേലെ തട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് നാക്കൊന്ന് പെരിപ്പിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ നാക്ക് വണ്ണം കൂട്ടുമ്പം അതനുസരിച്ച് അതിൻ്റെ അക്ഷരത്തിൻ്റെ ഇത് മാറുമല്ലോ. അപ്പോൾ അതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ കുറേ ട്രെയിനിങ് വേണം, അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ നാക്ക് വഴങ്ങത്തില്ല. അതുപോലെ തന്നെ ഈ സിനിമാ പാട്ടുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പൂമാനമേ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതിന് സാറിനൊരു കഥ തന്നെയുണ്ട് ഈ പൂമാനമേ, അതിന് പിന്നിലൊരു കഥയുണ്ട്. അപ്പം അതെങ്ങനെയാണ്? അത് ശരിക്കും പറഞ്ഞാൽ പൂമാനമേ എന്നുള്ള പാട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷവും ഉണ്ടാവും സങ്കടവും ഉണ്ടാവും. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ പൂമാനമേ എന്ന് പറയുന്ന പാട്ട് ഞാൻ പാടുന്നത് 85 അവസാന കാലഘട്ടത്തിലാണ്. 86 ആദ്യം ഫെബ്രുവരിയിൽ ഞാൻ ഒരു എനിക്കൊന്ന് 2 ആഴ്ചത്തെയോ 3 ആഴ്ചത്തെയോ ഗൾഫ് ടൂറിന് പോയി. അന്ന് ഗൾഫിൽ പോകാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ല, വളരെ പ്രയാസമാണ്. 85 പാടുന്നത് 85 86 എനിക്കൊരു ഗൾഫ് ടൂർ ഉണ്ടായിരുന്നു, 86 ഫെബ്രുവരിയിൽ. അപ്പോൾ അന്ന് 5 പ്രോഗ്രാമാണ്. 85 എന്ന് പറയുമ്പം ഗൾഫൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ, ഇന്നത്തെ പോലെ ഉള്ള ഒരു ഗൾഫല്ല. അന്നത്തെ പിന്നെ ഗൾഫിൽ ദുബായ് മാത്രമേ ഉള്ളൂ അല്പം വീതിയുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ. പക്ഷേ ദുബായിയുടെ സബേബ്സിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ 2 വേ ആണ്, ഒരെണ്ണം അങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട്. 2 വേ ഉണ്ടായിരുന്നല്ലോ ഷാർജയ്ക്ക് പോലും. പിന്നെ അജ്മാൻ, അലൈൻ, പിന്നെ അബുദാബി ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു വരി അങ്ങോട്ട് ഒരു വരി ഇങ്ങോട്ട്. ഇന്നിപ്പോൾ 6-7 വരികളൊക്കെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 5 പ്രോഗ്രാം ദുബായിൽ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ UAE ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അങ്ങനെ ഞാനത് അങ്ങനെ പോകുന്നു, ഗൾഫിൽ ചെല്ലുന്നു. ആദ്യത്തെ ദിവസം അബുദാബി പാടുന്നു. അബുദാബിയിൽ നിന്ന് ഞാൻ 18-ാം തീയതി അലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പം വലിയൊരു കാർ ആക്സിഡൻറ്റിൽ പെട്ടു. വൈകുന്നേരം 5:30 മണിയൊക്കെ ആയിട്ടുള്ളൂ. 3 പേര് മരിച്ചു. ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ 3 മാസം ഞാൻ അവിടെ കിടന്നു. പിന്നെ നാട്ടിലും 5-6 മാസം ബെഡ് റിഡൺ ആയിരുന്നു, ഹോസ്പിറ്റലൈസ്ഡായിട്ട്. അപ്പോൾ അത് എനിക്ക് വലിയൊരു, കാരണം ആ സമയത്തൂടെ ഈ നറുക്കോട്ട് റിലീസായി, പാട്ടും പടവും സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അതൊരു വലിയൊരു സങ്കടമായിട്ട് തോന്നി. പക്ഷെ നിറക്കൂട്ടെന്ന സിനിമയിൽ പാടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. കാരണം മമ്മൂട്ടിയും ഈ പറഞ്ഞ ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ അടിച്ചു കയറി വരുന്ന ഒരു സമയമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്ത റോളിലുള്ള മുട്ടയൊക്കെ അടിച്ച് ഒരു ജയിൽ പുള്ളിയായിട്ട് വരുന്ന ഒരു സിനിമയാണല്ലോ. അപ്പോൾ അതൊരു പ്രത്യേകതയായിരിക്കും. മാത്രമല്ല ജോഷി സാറിൻ്റെ വലിയ പടം ഒരു വലിയ ബ്രേക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പാടിയ പാട്ടാണ്. പക്ഷേ ഇങ്ങനെ ഒരു അപകടത്തിൻ്റെ ഒരു ദുഃഖം കൂടെ അതിനകത്ത് വന്നു. ഇതിലൊക്കെ ഉപരി ഈ പാട്ട് പാടിക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ തൊട്ട് തലേ 85 ബഹ്റൈനിലാണ്.
അപ്പോൾ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓടി വന്ന് പാടാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ട്രാക്ക് വേറൊരു ഗായകനാണ് പാടിയത്. അപ്പോൾ അദ്ദേഹം സിനിമയിൽ അന്നേരം വന്നിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ഒരിക്കൽ ഏതോ ഒരു ചിത്രത്തിൻ്റെ അന്നൊക്കെ 75-ാം ദിവസവും 100-ാം ദിവസവും ഒക്കെ ആഘോഷിക്കുന്ന ഒരു കാലമാണ്, 80കളുടെ തുടക്കം. അപ്പം ഞാൻ എൻ്റെ ഗാനമേളയായിരുന്നു ആ 75-ാം ദിവസത്തെ പരിപാടിക്ക്. അപ്പോൾ ശ്യാം സാറായിരുന്നു അതിൻ്റെ സംഗീതം. അപ്പോൾ അദ്ദേഹം ഉണ്ട് വേദിയിൽ. എൻ്റെ ഗാനമേളയ്ക്ക് വേണ്ടിയിട്ട് ഓർക്കസ്ട്രക്കാരെല്ലാം റെഡിയായിട്ടിരിക്കുന്നു. വേദിയിൽ ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഗാനമേള തുടങ്ങണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഗായകൻ അവിടെ വന്നിരുന്നു. അദ്ദേഹം അന്ന് യൂണിവേഴ്സിറ്റി വിന്നറൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയം. ഈ കാർത്തിക തിരുനാൾ തിയേറ്ററിലായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ അദ്ദേഹം ശ്യാം സാറിനെ കാണുന്നു. അപ്പോൾ ഇങ്ങനെ യൂണിവേഴ്സിറ്റി വിന്നറാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട്, എൻ്റെ ഗാനമേളയാണ് അതിന് ശേഷം. അപ്പോൾ ശ്യാം സാർ, ഞാൻ അന്ന് ശ്യാം സാറിൻ്റെ ഒരു ചിത്രത്തിൽ പാടിയിട്ടുണ്ട്, അതായത് സന്ധ്യയ്ക്കെന്തിന് സിന്ദൂരം എന്ന സിനിമയിൽ. പക്ഷേ എൻ്റെ പാട്ട് അതിനകത്ത് വന്നില്ല. മനസ്സിൻ ആരോഹണം കണിക്കൊന്ന കൊമ്പത്തെ പൊന്നിൻ കിങ്ങിണി കിരുകിരം തരിച്ചു പൂന്തേൻ വാർന്നു പൂമാതിൻ നടനത്തിൻ ലയമുണർന്നു മനസ്സിൻ ആരോഹണം, ഇങ്ങനെ ഒരു സെമി ക്ലാസിക്കൽ ഒരു പാട്ട്. പക്ഷെ അത് ആ ക്യാരക്ടറിൻ്റെ 3 ഇതായിട്ടായിരുന്നു സിനിമയിൽ വരേണ്ടിയിരുന്നത്. അതായത് കുഞ്ഞായിരിക്കുമ്പം അത് ജാനകിയമ്മയുടെ ശബ്ദത്തിലാണ് വന്നത്. പിന്നെ മധ്യവയസ്സിലുള്ള ഒരു ഗായകൻ്റെ ആ പയ്യൻ തന്നെ ആ ഗായകനാകുമ്പോൾ ഉള്ള ശബ്ദം ഈ പാട്ട് തന്നെ പാടുന്നു. അത് എൻ്റെ ശബ്ദത്തിലായിരുന്നു റെക്കോർഡ് ചെയ്തത്, പക്ഷെ അത് വന്നില്ല. പിന്നെ അതിന് ശേഷം പ്രായമായതിന് ശേഷമുള്ള അത് ബാലമുരളികൃഷ്ണ സാറാണ് പാടിയത്. അപ്പോൾ ഇങ്ങനെ 3 ശബ്ദത്തിലായിരുന്നു, പക്ഷെ അതിൽ എൻ്റെ വോയിസ് വന്നില്ല സിനിമയിൽ. അപ്പോൾ ശ്യാം സാറിനെ എനിക്കറിയാം. അപ്പോൾ ഇദ്ദേഹം അവിടെ വന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പം ശ്യാം സാർ പറഞ്ഞു, വരൂ മദ്രാസിൽ വരുമ്പോൾ വരൂ എന്നെ കാണൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനിത് കണ്ടുകൊണ്ട് നിൽക്കുന്നു, കേൾക്കുന്നു. അപ്പം ഞാനത് കഴിഞ്ഞ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് പോകണു. ആ സമയത്താണ് ഈ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ ബഹ്റൈനില്ല ആദ്യമായിട്ട് പോവാം, ഗൾഫിലേക്ക് തന്നെ ആദ്യമായിട്ട് പോവാം ബഹ്റൈനിൽ. അപ്പം അവിടെ വെച്ച് തന്നെയാണ് ഈ വിവരം ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ ബഹ്റൈനിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഓടി പാഞ്ഞ് ചെന്നപ്പോൾ പറഞ്ഞു അന്നേരം റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് തൽക്കാലം നമ്മൾ ആ സീനിൽ ആ പാട്ട് ഇപ്പോൾ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിപ്പോയി. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞു. ഓക്കെ ശരി, അങ്ങനെ ഞാൻ പോകുന്നു. പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഈ പാട്ട് പോയി പാടുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. എന്ന് വെച്ചാൽ ഞാൻ 82-ൽ ഞാൻ പറഞ്ഞല്ലോ രഞ്ജിനി എന്ന് പറയുന്ന കാസറ്റ് കമ്പനിക്ക് വേണ്ടിയാണ് ഇവിടെ പാടാൻ വരുന്നത്. കാരണം അങ്ങനെയാണ് അവരെനിക്ക് തന്ന ഒരു ധ്വനിയും. അപ്പം ഞാൻ പറഞ്ഞല്ലോ അന്ന് 6-7 പാട്ടൊക്കെ ഒരു കാസറ്റിൽ മെയിൽ സിംഗർ ആരാണോ ആ ആൾ പാടുന്ന കാലമാണ്. ഇപ്പോൾ തരംഗിണിയുടെ ഒരു വർക്ക് എടുത്താൽ അതിൽ 8-9 പാട്ട് ദാസേട്ടൻ തന്നെ ആയിരിക്കും പാടുന്നത്. പിന്നെ അതിൽ 2-3 പാട്ടായിരിക്കും ഫീമെയിൽ ഉണ്ടെങ്കിൽ പാടുന്നത്. അപ്പോൾ ആ ഒരു ട്രഡീഷൻ തന്നെയായിരുന്നു മറ്റ് കാസറ്റ് കമ്പനിക്കാരും. അപ്പോൾ ഞാനും അതുപോലെ തന്നെ അവരുടെ എല്ലാ വർക്കിലും 5-6 പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു കാലം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം പാട്ടുകൾ പൊതുവെ ഹിറ്റാവുന്നുണ്ട്, ഈ കാസറ്റ് കമ്പനികളുടെ പാട്ടുകൾ ഹിറ്റാവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമാണല്ലോ മറ്റ് കാസറ്റ് കമ്പനിക്കാരും നമ്മളെ സമീപിക്കുമല്ലോ, ചേട്ടാ അടുത്ത പ്രാവശ്യത്തെ ഓണം എനിക്കും കൂടെ. അപ്പോൾ ഇവർ അന്ന് കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അടുപ്പം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ മാർക്കോസ് അത് വേറെ പുറത്ത് പോയി പാടിയാൽ നമ്മുടെ കാസറ്റ് മൂവ് ആവില്ല, അതുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രമേ പാടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കാഷ്വലായിട്ട് പറയുമായിരുന്നു. അപ്പോൾ ഞാനും അത് രേഖകളൊന്നും ഇല്ലെങ്കിലും മാനിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ 85 ആയപ്പോഴത്തേക്കും ഒരു സൂട്ടി എന്ന് പറഞ്ഞൊരു കാസറ്റ് കമ്പനി എന്നെ സമീപിക്കുന്നു. അപ്പോൾ അയാൾ എന്നെ 2 വർഷമായിട്ട് സമീപിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പാടുന്നില്ല. എന്തെങ്കിലുമൊക്കെ കുഴപ്പം പറഞ്ഞാൽ അങ്ങ് മാറും. അപ്പോൾ അങ്ങനെ ഇരിക്കെ സൂട്ടി അന്നത്തെ ഒരു വലിയ സംഗീത സംവിധായകനെ കൊണ്ട് എന്നെ വിളിപ്പിക്കുക, അതായത് രഘുകുമാർ. അദ്ദേഹത്തിൻ്റെ 2-3 സിനിമ ആ സമയത്ത് ഭയങ്കര ഹിറ്റാണ്. മറ്റേ നീ എൻ കിനാവൂ പൂവോ നിലാവോ രാഗൻ കുഴമ്പോ, ആ പാട്ടൊക്കെ ഞങ്ങൾ ഗാനമേളയ്ക്ക് വെച്ച് പൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന ആ പാട്ടൊക്കെ രഘുവേട്ടൻ്റെ. അപ്പോൾ രഘുവേട്ടൻ എന്നെ വിളിക്കുന്നു, മോനെ എടാ നമുക്കൊരു ഓണമുണ്ട് ഇന്നാരുടെ എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അത് ഞാൻ ഇന്നാർ കമ്പനിക്ക് വേണ്ടി ഞാൻ പാടിക്കൊണ്ടിരിക്കുക, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ പാട്ടുകളൊക്കെ അവർ എടുക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ അവസാനം എനിക്കത് സമ്മതിക്കേണ്ടി വന്നു. ഇത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര പ്രഷർ വരിക.
അയ്യോ അത് ശരിയാവില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ കിട്ടുന്നതിനാണ് എനിക്ക് കാരണം നിങ്ങളായിട്ട് ഒരു സിനിമ എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ എനിക്കൊരു സിനിമ കിട്ടുമ്പോൾ ഞാനത് കളയുന്നത് എങ്ങനെയാണ്? അപ്പോൾ അത് ഇനിയിപ്പം മാറ്റി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കെ ഈ 86 ഓണത്തിൻ്റെ റെക്കോർഡിങ് വരികയാണ്. അപ്പോൾ ഒരു ഡേറ്റ് എന്നോട് പറയുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു മാർക്കസ് അന്ന് വരണ്ട, വേറൊരു ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞൊരു ഡേറ്റ് പറയുന്നു. അപ്പോൾ എന്തായാലും അന്ന് എന്നോട് എനിക്ക് എറണാകുളത്ത് വരേണ്ട ആവശ്യമുണ്ട്, വേറെ കാസറ്റ് എമ്മിനോൾക്ക് വേണ്ടി പാടുന്നുണ്ട് വേറെ പാട്ടുകൾ. അങ്ങനെ ഞാൻ എറണാകുളത്ത് വരുന്നു. അപ്പം വെറുതെ യാദൃശ്യമായിട്ട് ഈ സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം ഇന്നത്തെ വലിയൊരു പാട്ടുകാരൻ അവിടെ നിൽക്കുക. അപ്പോൾ അദ്ദേഹം അന്ന് ഒട്ടും ഹിറ്റല്ല, കാരണം അന്ന് ദാസേട്ടൻ്റെ ശബ്ദമാണ് എല്ലാവരുടെ മനസ്സിലും. ഏത് പിച്ചക്കാരൻ്റെ മനസ്സിൽ പോലും യേശുദാസിൻ്റെ ശബ്ദമാണ് നിൽക്കുന്നത്. അപ്പം ഇദ്ദേഹം അന്ന് പാടിയ ചില പാട്ടുകളൊന്നും അങ്ങനെ പോയിട്ടില്ല. ഈവൻ ഗാനമേളയ്ക്ക് പോലും പുള്ളി അങ്ങനെ വിളിച്ചിട്ട് വേണ്ട എന്നുള്ള രീതി വിട്ടിട്ടുണ്ട്. ചില ട്രൂപ്പുകളൊക്കെ ഇവിടെ ഈ മൂവാറ്റുപുഴയൊക്കെ ഉള്ള ഏഞ്ചൽ വോയിസ് പോലുള്ള ട്രൂപ്പുകൾ പോലും പുള്ളിയെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ പിന്നെ എന്നെയും അദ്ദേഹത്തെയും കൂടി ഇട്ട് പാടിക്കാനാണ് ആ വർഷത്തെ ഓണം. അപ്പം ഞാൻ പറഞ്ഞു സാധാരണ 6 or 7 പാട്ട് ഞാൻ തന്നെയല്ലേ പാടുന്നത്. അപ്പം ഈ പാട്ട് ഞാൻ പാടി വർക്ക് ഹിറ്റായ നിങ്ങൾ പറയും മറ്റേ ആളും കൂടെ പാടിയോണ്ടാണ് വർക്ക് ഹിറ്റായത്. കാരണം ഒന്നിൽ കൂടുതൽ വർക്ക് ഒരാളുടെ പേരിൽ വരുമ്പം ഹിറ്റാവില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതോ ഒരെണ്ണം ഹിറ്റാവും, മറ്റേത് ഫ്ലോപ്പാവും. അപ്പം നമ്മുടേത് ഫ്ലോപ്പ് ആയാൽ നിങ്ങൾ പറയും ഞാൻ പോയി വേറൊരെണ്ണത്തിൽ പാടിയതുകൊണ്ടാണെന്ന് പറയും. അതല്ല ഹിറ്റായാൽ എനിക്ക് ആ ക്രെഡിറ്റ് കിട്ടത്തുമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, എൻ്റെ പാട്ടും കൂടെ പുള്ളി പാടിക്കോട്ടെ, ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങനെ അതിൽ നിന്ന് ഒഴിവാവുകയാണ്. അപ്പോൾ അത് പിന്നെ ഇവർ എനിക്ക് എതിരെ പിന്നെ പ്രവർത്തിക്കാനുള്ളൊരു സംഭവമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ എന്നെ താക്കാം എന്നുള്ളതായിരുന്നു പിന്നെ ഒരു റിസർച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നിറക്കൂട്ടിലെ പാട്ടിൻ്റെ റൈറ്റ് ഇവർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രാക്ക് മറ്റേ ഗായകനാണ് പാടിയേക്കുന്നത്. ട്രാക്ക് പാടിയതാണത്. ഇവരെന്ത് ചെയ്തു, എൻ്റെ ആദ്യത്തെ ഓണം ഇറങ്ങി പിന്നെ നിറക്കൂട്ടിൻ്റെ റൈറ്റ് വാങ്ങിച്ചത് ഇവരാണ്, ഈ രഞ്ജിനിയാണ്. ആദ്യത്തെ ഒരു 3000 ലോട്ട് പാട്ടിൻ്റെ കാസറ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത്തെ ഓർഡർ വന്നു. രണ്ടാമത്തെ ഓർഡർ മൊത്തം മറ്റേ പാട്ടുകാരൻ്റെ ട്രാക്ക് വോയിസ് വെച്ചിട്ട് ഇവർ വിട്ടു. അത് സിനിമയിലില്ല, കാരണം ടൈറ്റിൽ നോക്കിയേ കാണാം, പാടിയവർക്ക് മാർക്കോസ്, ചിത്ര, വാണി ജയറാം എന്നാണ് കിടക്കുന്നത്. അപ്പം ഇവർ എനിക്കൊരു പണി തന്നതാണ്. എന്ന് വെച്ചാൽ ആ സിനിമയിലില്ലാത്ത പാട്ട് എടുത്ത് രണ്ടാമത്തെ ലോട്ട് മുതൽ ഇവർ ഇട്ടു. അത് മറ്റേ ആളൊരു ആയുധമാക്കി. എൻ്റെ പാട്ട് ഒരാൾ തട്ടിയെടുത്തു, മാർക്കോസ് തട്ടിയെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി കുറേ നാളത് ആഘോഷിച്ച് നടന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പുള്ളി ആ പ്രസ്താവന മാറ്റി. അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ ആ പാട്ട് കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മനസ്സാവാച അറിയാത്ത കാര്യമാണ്. നമ്മൾ സാറ് വിളിക്കുന്നു, മായാം സാറ് വിളിക്കുന്നു, അവിടെ ചെന്ന് പാടി പോന്നു, അത്രേ ഉള്ളൂ ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് ആ നിറക്കൂട്ടെന്ന പാട്ടിനെ പറ്റി സംബന്ധിച്ച് പറയുമ്പോൾ. പാടിയ പാട്ടുകൾ ഏകദേശം ഒരു 10-100 ചിത്രങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുള്ളൂ. പക്ഷേ പാടിയ പല പാട്ടും ആദ്യത്തെ പാട്ട് മുതൽ മറ്റേ കന്നി പൂമാനം കണ്ണും നട്ട് ഞാൻ നോക്കിയിരുന്നു, ജനങ്ങൾക്കറിയുന്ന പാട്ടാണ്, അവർക്കിപ്പോഴും എവിടെ ചെന്നാലും പാടിക്കുന്ന പാട്ടാണ്. പൂമാനമേ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. അതിന് ഇടയ്ക്കുള്ള പാട്ടുകളുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞത്. പിന്നെ ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞൊരു സിനിമയിലെ പാട്ട്, അതും ഞാൻ ചിത്രം കൊണ്ട് പാടിയ ഒരു പാട്ടാണ്. ഒരു ആദിവാസി, എല്ലാരും പോകുഞ്ചോ കുറിഞ്ചി മലയിലു, ഈ നാനും പോകുഞ്ചോ കുറിഞ്ചി മലയിലു, എൻ്റെ കൂടെ നീയും വാത്തമ്മ ചുന്ദരി വാങ്ങിത്തരാം ചാന്ത് ചിന്തൂരം, ഇങ്ങനെ ഒരു പാട്ട്. അത് കഴിഞ്ഞ് പിന്നെ അറിയപ്പെടുന്ന പാട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അനാദി ഗായകൻ പാടുന്നു 5 സ്റ്റാർ ഹോസ്പിറ്റലിലെ, അനാദി ഗായകൻ പാടുന്നു അറിവിൻ മുറിവുള്ള മാനസത്തിൽ, അമ്പലനടയിലെ ആലിലയിൽ അനാദി. ഇത് ബോംബെ രവിയാണ് എൻ്റെ സംഗീതം. യൂസഫലി സാറാണ് എഴുതിയത്. 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന സിനിമയിലാണ്. അതുപോലെ നാടോടിയിൽ താലോലം പൂമ്പൈതലേ താരാട്ടാൻ വാതന്നലെ, ഈ താമരപ്പൂം കൺകളിൽ ഒരു മുത്ത്
കുളിർമുത്തം നൽകാൻ വാ, കുളിർമുത്തം നൽകാൻ വാ. ഇത് മോഹൻലാലായിരുന്നു ആ സീനിൽ അഭിനയിച്ചത്. അതേപോലെ കടലോരക്കാറ്റ്, അതിൽ പുത്തം പുതുക്കാലം അല്ല സോറി അത് പിന്നെ കാബൂളിവാലയിലാണ്. പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതു വഴിയേ. ഇത് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. അതേപോലെ മറ്റേ സിദ്ദിഖ് ലാലിൻ്റെ തന്നെ ഗോഡ് ഫാദറിലെ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ. സർ, അത് ഈ ഒരു പാട്ടിന് ഒരു പ്രത്യേകതയില്ല. അതായത് ആ ഒരു സമയത്തെ, അതായത് നമ്മളിപ്പോ ഈ റാപ്പ് എന്ന് പറയുന്ന അന്നത്തെ ഒരു റാപ്പ്, അപ്പൊ അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് സർ? റാപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ പോലും അതിലെ ഓരോ വികാരവും നമുക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിലാണ്. അതുപോലെ അക്ഷരങ്ങളാണേലും പാട്ടിൻ്റെ ട്യൂണാണേലും. ഇപ്പോൾ പോയേലും വേഗത്തിൽ, ഇപ്പം നമ്മൾ പറയത്തില്ല ആ പോയ പോലെ ഇങ്ങനെ വന്നു എന്ന് പറയത്തില്ല. വന്നേറും നേരത്തിൽ പൊന്നീച്ച പറക്കുന്നല്ലോ നെഞ്ചിനുള്ളിൽ, വക്കീലന്മാരല്ലേ വക്കാലത്തെ കൊല്ലേ, അച്ചാരം തന്ന പിന്നെ വാദിക്കൂല്ലേ. അങ്ങനെ ആ കുട്ടിയെ കളിയാക്കുന്ന ഒരു പാട്ടാണ്. പക്ഷെ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കളിയാക്കുകയാണ്. കോളേജിൽ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റേതല്ല, നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഇന്നത്തെ റാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നുള്ള ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. കാരണം താളവും ഇങ്ങനെയല്ല, പല പ്രത്യേക താളങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ റാപ്പ് പോലത്തെ പാട്ടെന്ന് പറഞ്ഞാൽ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ, അത് ആയിരുന്നു ടട്ടട എന്ന് പറഞ്ഞ ആ ഒരു ശൈലിയിലുള്ള ബീറ്റും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്, ജനം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം പാടിയ പ്രേമലുവിലെ പാട്ടാണേലും അക്ഷരങ്ങളുടെ അല്ലെ സ്ലാങ്ങിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇപ്പം ചായ പാനി തപ്പില്ലേ റൊഡരിക, തുടി പഞ്ചാരി കൊട്ടില്ലേ കാതരിക, പ്രേമിക്കുടു നീ സുമ്മവാരിക, മനസ്സങ്ങ് നീറണ് ഗൊലിസോടനീയ, പനിച്ചങ്ങ് കേറണ് പരസിറ്റമോള, ഉള്ളിലിരുന്നാടടി തെലുങ്കാന ബൊമ്മലു, തെലുങ്കാന ബൊമ്മലു, തെലുങ്കാന ബൊമ്മലു, NDR സിറ്റിയിൽ പോയി വരുങ്ക, ചാർമിനാർ പാത്തില്ല വിൻഡോവില്ല, പ്രേമിക്കുടു നീ സുമ്മ ചേർന്നിരിങ്ക. അങ്ങനെ ആ സ്ലാങ്ങിൽ വരുന്ന വ്യത്യാസമാണ്. അതും ഒരു കംബാക്ക് ആയിരുന്നു ഈ പ്രേമലു. തീർച്ചയായിട്ടും. അല്ല, ഞാൻ തെളിയിക്കാനുള്ളൊരു കാര്യം, നമുക്ക് ഇതുപോലുള്ള പാട്ടുകളും വഴങ്ങും എന്ന് തെളിയിക്കാനായിട്ട് പറ്റിയ ഒരു പാട്ടായിരുന്നു. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലോകമാണ്. നമ്മൾ ഓരോരുത്തരെയും പോയി കണ്ട് നമ്മുടെ കഴിവിനൊന്നുമല്ല അവിടുത്തെ ഇമ്പോർട്ടൻസ്. നമുക്ക് ആരെങ്കിലും നമ്മളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ അവരെ കാണുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രായത്തിൽ ഇത്രയും വർഷത്തെ 47 വർഷമായി രംഗത്ത് വന്നിട്ട്, അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുകൊണ്ട് ഞാനും പൊതുവേ പുറകോട്ട് മടിച്ച് നിൽക്കും. അത് കാരണമായിരിക്കും ഇങ്ങനെയൊക്കെ വന്ന് ഭവിച്ചതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാട്ട് എനിക്ക് സന്തോഷവും ദുഃഖവും ഒരേ സമയം തന്നൊരു പാട്ടാണ്. നല്ലൊരു പാടാം. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. ബാക്കി പാടണോ? കേട്ടിരുന്നു പോയി. കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ, കരളിലെഴും ഒരു മൗനം
കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ ലോലമായി അതിലോലമായി ശാന്തമായി സുഖസാന്ദ്രമായി അനുപദം മണിമയമായി പൂമാനമേ ഒരു രാഗമേഘം താ. സാർ, ഈ കൊല്ലത്ത് അമ്പലത്തിലെ ഗാനമേളയ്ക്ക് പോയപ്പോ ഇസ്രായേലിൽ നിന്ന് അതിന് ഹിറ്റായി വൈറലായ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിപ്പോഴും വൈറലാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് സാർ? എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എവിടെ പോയാലും കഴിഞ്ഞ 40-47 വർഷമായിട്ട് ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം ചെന്നാൽ എന്നെ കൊണ്ട് പാടിക്കുന്നൊരു പാട്ടാണ്. കാരണം എല്ലാവർക്കും ഈ പാട്ട് ജാതി മത ഭേദമന്യേ ഭാഷാഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അതിനകത്ത് വർഗീയത അല്ല മെയിനായിട്ട് ഉള്ളത്. പാട്ടിൻ്റെ ട്യൂണും അതേപോലെ പ്രത്യേകമായിട്ട് ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും അതിനകത്തില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും ധൈര്യമായിട്ട് പറയാൻ വയ്യാത്ത ഒരു കാലമാണ്. അതിപ്പം ഹിന്ദു ഭക്തിഗാനം പാടിയാലും മുസ്ലിം ഭക്തിഗാനം പാടിയാലും ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിയാലും ഒക്കെ ആ സദസ്സ് ഏതാണെന്ന് നോക്കിയിട്ട് പാടേണ്ട ഒരു സ്ഥിതിയാണ്. ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് 70കളിലൊക്കെ 75 കാലഘട്ടത്തിലൊക്കെ എവിടെയും ഏത് പാട്ടും പാടാമായിരുന്നു. അമ്പലങ്ങളിലും പള്ളിയിലും ആരാധനാലയങ്ങളിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, പൊതുവേദിയിലായാലും പിന്നെ ആളുകളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പാടിയാലും ഈ പറഞ്ഞ പോലെ പള്ളിയിലും അമ്പലത്തിലും മോസ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് പാട്ടും സഭ്യമായ ഏത് പാട്ടും പാടാമായിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ധൈര്യമില്ല പലപ്പോഴും പല പാട്ടുകളും പാടാനായിട്ട്. കാരണം അതിനകത്ത് രാഷ്ട്രീയം പറയുന്നവരുണ്ടാവും. ഏതെങ്കിലും ഒരു ഇപ്പം പണ്ടൊക്കെ ഞാനൊക്കെ പിന്നെ പാടി തുടങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ ആ പാട്ടിനകത്ത് രാഷ്ട്രീയമല്ല, ആ പാട്ടിനകത്ത് ആ ദാസേട്ടൻ ആ പാടിയിരിക്കുന്ന ആ പാട്ടിനകത്ത് ഇൻവോൾവ്മെൻ്റാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ അന്നൊന്നും രാഷ്ട്രീയമില്ല. കാരണം ചെറിയ പ്രായമാണ്, നമുക്ക് ഇന്നത്തെ പോലെ രാഷ്ട്രീയമൊന്നും ഉള്ളൊരു കാലമല്ല. കാരണം രാഷ്ട്രീയത്തിലോട്ട് പോകാനായിട്ട് ഒരു മാതാപിതാക്കളും ഇഷ്ടപ്പെട്ടിരുന്നൊരു കാലമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനകത്ത് രാഷ്ട്രീയമല്ല നോക്കിയിരുന്നത്. മറ്റേ ഈ പാട്ടൊക്കെ മറ്റേ സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്, ഈ പാട്ടിനകത്തൊക്കെ ആ യേശുദാസ് എന്ന വ്യക്തിയുടെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യവും അദ്ദേഹത്തിൻ്റെ ആ ഉച്ചാരണ രീതികളൊക്കെയാണ് ഞാനൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. അതേപോലെ മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, അപ്പോൾ ആ പാട്ടൊക്കെ പാടുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അതൊക്കെ നമുക്ക് മനസ്സിൽ, കാരണം നമ്മൾ നാളെ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു പാട്ട് പാടുമ്പോൾ ഇതിങ്ങനെ പാടണം എന്നുള്ള ആ ഒരു ഫീല് നമ്മുടെ മനസ്സിലേക്കൊക്കെ കൊണ്ടുവന്ന പാട്ടുകളാണ് അതൊക്കെ. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ആ പാട്ടുകളൊക്കെ പഠിച്ചതും പാടിയതും. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ പാടാൻ പറ്റത്തില്ല. അത് പോയി വേറെ എവിടെയെങ്കിലും നിന്ന് പാടിയാൽ അവർ നമ്മളെ പഞ്ഞിക്കിടും. അതല്ല, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഇതിൻ്റെ അത് ഗണഗീതമാണ് അല്ലെങ്കിൽ കണക്ക് ഗീതമാണെന്നൊക്കെ പറഞ്ഞ് അത് അങ്ങനെ എടുത്തിട്ട് പെരുമാറും. ക്രിസ്ത്യൻ പാട്ട് പാടിയാൽ അത് ക്രിസ്ത്യാനിയുടെ പാട്ടാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. ഇങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ ജീവിക്കുന്നത്. അപ്പം വളരെ സൂക്ഷിച്ച് സംസാരിക്കണം, വളരെ സൂക്ഷിച്ച് പെരുമാറണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ കല്ലട എന്ന് പറയുന്ന സ്ഥലത്ത് പാടാൻ ചെല്ലുന്നത്. അപ്പോൾ ചിറ്റുമല എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു നാട്ടുംപുറം പ്രദേശമാണ്. ഒരുപാട് പുഴകളും അതേപോലെ അഷ്ടമുടി കായലും ഒക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത്. അങ്ങനെ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം ആണ് ചില കഥകൾ ഞാൻ കേട്ടത്. അതായത് കല്ലട മുത്തപ്പൻ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ പള്ളി അവിടെയുണ്ട്. അതുകൊണ്ട് 300-400 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ ഈ കല്ലട മുത്തപ്പൻ്റെ പള്ളിയിൽ നിന്നാണ് ഈ കല്ലട ചിറ്റുമല ദേവീക്ഷേത്രത്തിലേക്കുള്ള കൊടിയിറങ്ങുന്നത്. അവരുടെ ഉത്സവത്തിന് കൊടിയിറങ്ങുന്നത് കല്ലട മുത്തപ്പൻ്റെ പള്ളിയിൽ നിന്നാണ്. അപ്പോൾ തിരിച്ച് ഉത്സവം കഴിഞ്ഞ് ഈ കൊടി കൊണ്ടുവന്ന് കൊടുക്കുന്നതും കല്ലട മുത്തപ്പൻ്റെ പള്ളിയിലാണ്. അപ്പോൾ അത്രയ്ക്കും മതസൗഹാർദ്ദമുള്ള ഒരു ഇടമാണ്. പക്ഷേ നമുക്കവിടെ ഈ പാട്ട് പാടാനൊരു പേടി. കാരണം ഞാൻ ചെന്നപ്പോഴേ എന്നോട് പലരും പറഞ്ഞു, ചേട്ടാ ഈ പാട്ട് പാടണം. അപ്പം ഞാൻ അതിനു മുമ്പൊരു സംഭവം തിരുവനന്തപുരത്ത് നടന്നത് എൻ്റെ മനസ്സിൽ കിടക്കുക. അത് കേസും പോലീസ് കേസും ഒക്കെ ആയി അവർ കടന്ന് ഓടുന്ന സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനില്ല,
അപ്പം പറഞ്ഞില്ല, ധൈര്യമായിട്ട് പാടിക്കൂ, ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ ഇടമാണ് കല്ലട, അതുകൊണ്ട് ധൈര്യമായിട്ട് പാടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയാം നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റേജിൽ കയറുന്നു. അപ്പോൾ ഫസ്റ്റ് സോങ് കഴിഞ്ഞു. രണ്ടാമത്തെ പാട്ട് ആദ്യം ഞാനൊരു ദേവി സ്തുതിയാണ് പാടിയത്. രണ്ടാമത്തെ പാട്ട് മുതൽ ജനം വിളിക്കുകയാണ്, ചേട്ടാ ഇസ്രായേലിൻ നാഥൻ, ഇസ്രായേലിൻ നാഥൻ. അപ്പം ഞാൻ ഒന്ന് മടിച്ചു. കാരണം എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് കയറി ഇസ്രായേലിൻ നാഥൻ അവരുടെ ആഗ്രഹപ്രകാരം പാടുകയാണെങ്കിൽ പോലും ഇത് വേറെ ആരെങ്കിലും അന്നേരം പ്രശ്നം ഉണ്ടാക്കിയാൽ ഗാനമേള തന്നെ കുളമാവും. ഞാൻ പറഞ്ഞു പാടാമെന്ന് പറഞ്ഞ് 2.5 മണിക്കൂറോളം ഞാനിത് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി. അപ്പം പോലീസുകാരും നിൽപ്പുണ്ട്, സാധാരണ കൂടുതൽ പോലീസുകാരുണ്ട്. ഒരു 2.5 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ആൾക്കാരിങ്ങനെ മുമ്പോട്ട് വരാൻ തുടങ്ങി. പുറകിൽ നിന്ന് വിളിച്ചവരൊക്കെ ഒരുപാട് പേര് 2 വശത്തും വന്നിങ്ങനെ നിന്നിട്ട്, ചേട്ടാ ഇസ്രായേലിനാഥൻ പാടിയില്ല പാടാം. അങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പോലീസിൽ തന്നെയുള്ള 1-2 പറഞ്ഞത്, സാറേ പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായി. അന്നേരം ഞാൻ പറഞ്ഞു ഓക്കെ, പിന്നെ അടുത്ത പാട്ട് പാടാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ പാട്ട് അവിടെ പാടുന്നത്. കാരണം നമ്മൾ നമ്മുടെ ജീവൻ്റെ ഇതും കൂടെയാണ് നോക്കുന്നത്. ഇനി അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അവിടെ നിന്ന് പോകാതെ വന്നാൽ, അല്ല സാധനം തല്ലിപ്പൊട്ടിച്ചാൽ ഒക്കെ പ്രശ്നമാവില്ല. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചിങ്ങനെ നിന്നു. പക്ഷെ അവസാനം പിന്നെ ധൈര്യമായി. അങ്ങനെ ആണ് അത് പാടിയത്. പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2.5 മണിക്കൂറും ഒരു 10,000-3,500 പേരവിടെ നിൽക്കുക, അവരാരും പോയില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ പാട്ട് കേട്ടിട്ടേ പോകണുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുക. അതും കൂടെയാണ് എന്നെ പാടാനായിട്ട് പ്രേരിപ്പിച്ചത്. കാരണം ഇത്രയും ആൾ, മറ്റേതല്ല 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിയുമ്പോൾ കുറേ പേരങ്ങ് പോവും, പിന്നെ കുറച്ച് പേരെ അവിടെ കാണുള്ളൂ. ഇത് അത്രയും പേര് അവിടെ നിൽക്കുകയാണ് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ പാടി. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവരുടെ ആ ഒരു സ്നേഹവും ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതെ അവസാനിച്ചു. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ക്രിസ്മസ് ന്യൂ ഇയർ വിഷും കൂടി. ന്യൂസ് 18 എപ്പോഴും ഞാൻ കാണാറുള്ള ഒരു ചാനലാണ്. കാരണം ഒരുപാട് ന്യൂസുകൾ കിട്ടാറുണ്ട്, നല്ല ന്യൂസുകൾ കിട്ടാറുണ്ട്. അപ്പം ന്യൂസ് 18 ഇപ്രാവശ്യം വന്ന് ഒരു ഇൻ്റർവ്യൂ എടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, അതിൻ്റെ പിന്നെ ഔദ്യോഗികമായിട്ട് ഇരിക്കുന്നവർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള ക്രിസ്തുമസ് സന്ദേശം ഞാൻ അറിയിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് നമുക്ക് വർഗീയത ഒരുപാട് കൂടി വരുന്നു, അതുപോലെ സ്നേഹം കുറഞ്ഞു വരുന്നു, സമാധാനം ഇല്ലാതായി വരുന്നു. കാലം അങ്ങനെ ഓരോ ദിവസവും നമ്മൾക്ക് ടെൻഷൻ തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ സന്ദേശമാണ് തരുന്നത്. അപ്പം നമ്മൾ പരമാവധി നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും, നമ്മളെ അറിയുന്നവർക്കും, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് ഒരു സന്തോഷം അവരുടെ ജീവിതത്തിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ, കഴിയുന്നതും മറ്റ് ബുദ്ധിമുട്ടുകൾ ആർക്കും ഉണ്ടാക്കാതെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും നല്ലത്. എല്ലാവർക്കും നല്ല ഒരു ക്രിസ്തുമസും അതേപോലെ പുതുവർഷവും ഞാനും എൻ്റെ കുടുംബവും ആശംസിക്കുകയാണ്. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.